ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിഷ ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഞാൻ ആയിഷ ഉമ്മയോട് കേട്ടെ, അൻ സ്വലാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിൻ്റെ നിസ്കാരത്തിനെ കുറിച്ചിട്ട്, മുത്തുനബിൻ്റെ സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ഖാലത്ത് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ ചൊല്ലുന്നു, കാന യുസ്വല്ലി ഖബ്ല അൽ-ളുഹ്രി റകഅത്തൈനി വബഅദഹാ റകഅത്തൈനി. മുത്തുനബി ളുഹ്ർ നിസ്കാരത്തിലേക്ക് മുന്നോട് 2 റക്അത്ത് നിസ്കരിക്കും, ളുഹ്ർ നിസ്കരിച്ചത് പിന്നെ എന്താക്കും 2 റക്അത്ത് നിസ്കരിക്കും. എത്രയായി? 4 റക്അത്തായി. വബഅദൽ മഗ്രിബി റകഅത്തൈനി, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത്, 6 റക്അത്തായി. വബഅദൽ ഇശാഇ, ഇശാ നിസ്കാരത്തിന്റെ ശേഷം 2 റക്അത്ത്, എത്രയായി? 8. വഖബ്ലൽ ഫജ്രി തിൻതൈനി, സുബഹി നിസ്കാരത്തിലേക്ക് മുന്നേ 2 റക്അത്ത്, 10 റക്അത്ത്. മുഅക്കദായ നിസ്കാരം 10ആണ്. ടോട്ടൽ റവാത്തി നിസ്കാരം റക്അത്തുണ്ട് 22 റക്അത്തുണ്ട്. അതിൽ മുഅക്കദ് 10ആണ്. എന്തും കഴിഞ്ഞില്ലെങ്കിൽ 10 മുഅക്കദ് നിസ്കാരമെങ്കിലും ഉണ്ടാക്കണം, നിസ്കരിക്കണം. ഒരു ഹദീസും കൂടി ഉണ്ട്. 288. حدثنا محمد بن المثنى قال حدثنا محمد بن جعفر قال حدثنا شعبة عن أبي إسحاق قال سمعت عاصم بن ضمرة يقول سألنا عليا عن صلاة رسول الله صلى الله عليه وسلم من النهار فقال إنكم لا تطيقون ذلك. قال فقلنا من أطاق ذلك منا صلى. فقال كان إذا كانت الشمس من هؤنا كهيئتها من هؤنا عند العصر صلى ركعتين، وإذا كانت الشمس من هؤنا كهيئتها من هؤنا عند الظهر صلى 4، ويصلي قبل الظهر 4 وبعدها ركعتين، وقبل العصر 4 يفصل بين كل ركعتين بالتسليم على الملائكة المقربين والنبيين ومن تبعهم من المؤمنين والمسلمين. അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുത്തുനബിൻ്റെ പകൽ സമയത്തുള്ള സുന്നത്ത് നിസ്കാരം എങ്ങനെയാണ്? എല്ലാം നോക്കിൻ്റെ എല്ലാം റിപ്പോർട്ടുണ്ട്. ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഞാൻ ചോദിച്ചു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പകൽ സമയത്തുള്ള സുന്നത്ത് നിസ്കാരം എങ്ങനെയാണ്? ഫഖാല, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് അപ്രകാരം ആർക്കും സാധ്യമില്ല. നിങ്ങൾ കേൾക്കട്ടെ, നിങ്ങൾക്ക് അത്ര നിസ്കരിക്കാൻ കഴിയില്ല, എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ആവതും ഉള്ളവരുണ്ടെങ്കിൽ സല്ലാം നിസ്കരിക്കട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തീരെ ഉണ്ടെങ്കിൽ എന്താകട്ടെ, ആ മുത്ത് നിസ്കരിക്കട്ടെ, നിങ്ങൾ പറഞ്ഞു തരും. ഫഖാല, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തെന്ന്? ഇതുപോലെ ഇദാ കാനത്തി ശംസു മിൻ ഹൗനാ കൈഹത്തിഹാ മിൻ ഹൗനാ ഇൻദൽ അസ്രി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂര്യൻ ഇവിടെ നിന്ന് കിഴക്ക് നിന്ന് ഉദിച്ചുയർന്ന് അസറിൻ്റെ സമയത്തുള്ളത് പോലെ, അസറിനുള്ള ടൈം എങ്ങനെയൊക്കെയാണ്? ഒരു ചിമ്മ പോലെ, അതുപോലെ സൂര്യൻ ഉദിച്ചിട്ട് മേൽ വന്നതിന് ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിസ്കരിക്കും. സ്വല്ലാ റക്അത്ത്, 2 റക്അത്ത്. പറഞ്ഞ മനസ്സിലായ? സൂര്യൻ ഉദിച്ചിട്ട് മേൽ വന്നെങ്കിൽ അത് അസറിൻ്റെ ടൈം പോലെയൊക്കെ അവിടെ പ്രകാശം ആ ചൂടില്ല, ഒരു ചെറിയ ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ ഇദാ കാനത്തി ശംസു മിൻ ഹൗനാ കൈഹത്തിഹാ മിൻ ഹൗനാ ഇൻദല്ലാഹ്, അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ട് മേലെ വന്നിട്ട് ഒരു ഉച്ചയാകുന്ന സമയം ആകുമ്പോൾ സ്വല്ല 4 റക്അത്ത് നിസ്കരിക്കും. ളുഹാ നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? സുബഹിൻ്റെ ആ സമയത്ത് ളുഹാ നിസ്കാരം, ഇശ്റാഖ് നിസ്കാരം പറയുന്നത് ആ നിസ്കാരത്തിന്. എന്നിട്ട് വയുസ്വല്ലി ഖബ്ല ളുഹ്രി 4, ളുഹ്ർ നിസ്കാരത്തിന് മുന്നേ എന്താക്കും? 4 റക്അത്ത് നിസ്കരിക്കും. വബഅദഹാ റക്അത്തൈനി, ളുഹ്റിന് ശേഷം എന്താക്കും? 2 റക്അത്ത് നിസ്കരിക്കും. ചില മുത്തുനബി പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കും, പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് അങ്ങനെ ആയിരിക്കും.
ഖബ്ൽ അസ്രി അർബഅൻ, അസ്ർ നിസ്കാരത്തിന് മുന്നെന്താക്കും? 4 റക്അത്ത് നിസ്കരിക്കും. പകൽ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു യഫ്സിലു ബൈന കുല്ലി റക്അത്തൈനി ബിത്തസ്ലീമി അൽ മലായികത്തുൽ മുഖറബീന വന്നബിയ്യീന വമൻ തബിഅഹും മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, ഓരോ 2 റക്അത്തിന്റെ ഇടയ്ക്ക് മലായികങ്ങൾക്ക്, ഓരോ 2 റക്അത്ത് നിസ്കരിച്ചിട്ടായാലും പിന്നെ മലായികങ്ങൾക്ക്, അല്ലാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ മേലെ, വന്നബിയ്യീന മുത്തനബിയെക്കാട്ടി മുന്നേ കഴിഞ്ഞു പോയ നബിമാരുടെ മേലെ, വമൻ തബിഅഹും അവരെ പിൻപറ്റിയ ഒരു ഉമ്മത്തികളുണ്ടല്ലോ, അതായത് മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നബിമാരെ കൊണ്ട് താബിആയ അവരെ കൊണ്ട് വിശ്വസിച്ചിട്ട് അതുപോലെ ജീവിച്ച് വഫാത്തായ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ടും നബിമാർക്ക് വേണ്ടിയിട്ടും മലായികത്തുൽ മുഖറബീങ്ങൾക്ക് വേണ്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കും? അവർക്ക് സലാമത്ത് ഉണ്ടാകട്ടെ എന്ന് പറയും. ഓരോ 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ അല്ലാഹുവേ മലായികങ്ങൾക്ക് നിസ്സലാമത്ത് നൽകണേ, മലക്കുകൾക്ക് നിസ്സലാം നൽകണേ, അതേപോലെ അംബിയാ മുർസലിങ്ങൾക്ക് സലാമത്ത് നൽകണേ, സലാം നൽകണേ. അതേപോലെ അവരെ പിൻപറ്റിയതായ മുത്തുനബിയും വന്നു, നബിമാരെ കൊണ്ട് പിൻപറ്റിയതായ ഉമ്മത്തികൾ ഞങ്ങളെല്ലാം, അതേപോലെ അവരെ ഉമ്മത്തികൾ, ഞങ്ങളുടെ ഉമ്മത്തികൾ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഉമ്മത്തികൾ, അവർക്കെല്ലാം സലാമത്ത് നൽകണേ എന്ന് മുത്തുനബി ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്, ഇബാദത്തിനെ കുറിച്ചിട്ടാണ് നാം ക്ലാസ് എടുത്തു വന്നത്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഞാൻ മദീനത്ത് പോയിട്ട് വന്നിട്ട് എന്താക്കും ക്ലാസ് നമുക്ക് തുടക്കാം. ഇനി ബാബു സ്വലാത്തുൽ ദുഹ എന്നാണ് ഇത് തുടങ്ങിയത്. 289 ഒരു അടയാളം വെച്ചോളി, ഓർമ്മ വെച്ച് ബാബു ദുഹ. അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാണ്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഹദീസ് കേൾക്കുക, ഹദീസ് വായിക്കുക, ഹദീസ് പഠിക്കുക, അതുപോലെ അമൽ ചെയ്യുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വലിയ തൗഫീഖാണ്, വലിയൊരു ഭാഗ്യമാണ്. ഇത് ചെറിയ വിഷയമൊന്നും അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബാക്കൾ ഖിയാമത്ത് നാൾ വരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഹദീസ് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുക, നമ്മുടെ നാവ് കൊണ്ട് അത് വായിക്കുക, അതേപോലെ കൊണ്ട് കാതുകൊണ്ട് കേൾക്കുക എന്നുള്ളത് വലിയ ഒരു ബറക്കത്താണ്. അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകണം. ഇതാരും നിസ്സാരമായി കാണാൻ പാടില്ല. പരിശുദ്ധമായ റജബ് മാസമാണ്. എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 27ാമത്തെ നോമ്പ് ആരും മിസ്സാവാതെ നോമ്പ് നോക്കും. അതേപോലെ എനിക്കും എൻ്റെ കുടുംബത്തിലേക്കും ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താക്കും? മക്കയിലും മദീനയും ദുആ ചെയ്യും. അതേപോലെ ഇത് തീരണം, ഈ ഒരു ബറക്കത്ത്, ഈ ഹദീസ് തുടങ്ങിയ കിതാബ് തീരണം, ഇത് ബറക്കത്തിലേക്ക് കിട്ടണം എന്ന ഒരു എല്ലാവരും ഓർമ്മ വേണം. നമ്മൾ അത് പോയി ഇത് പോയി ചെയ്തിട്ട് കുറേ ടൈം വേസ്റ്റായി ഉണ്ട്. ടൈം എപ്പോഴും ആവും, ഞാൻ റെഡിയാണ്. ആ സമയത്ത് എന്താക്കണം? ക്ലാസ് തീർക്കണം, ക്ലാസ് എടുക്കണം. അതേപോലെ ഖുർആൻ പഠിക്കുകയും ചെയ്തിട്ട് അതിൽ എഴുത്ത് പഠിക്കുന്ന കിതാബെല്ലാം കൊണ്ടുവന്നു.